ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് പണ്ട് കാലത്ത്, അതായത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് കളിച്ചിരുന്ന ഒരു കളിയാണ് നായയും പുലിയും കളി. അതിനായിട്ട് ഞാനിവിടെ 3 കടലമണികളാണ് എടുത്തിട്ടുള്ളത്. വെളുത്ത കടലയാണ് ഇത്. വെളുത്ത കടല കല്ലാണ് എടുക്കാറ്, പക്ഷേ ഞാൻ എൻ്റെ ബോർഡിലാണ് നിങ്ങൾക്കിത് കാണിച്ചു തരാൻ പോകുന്നത്. അതുകൊണ്ട് ബോർഡ് വരപ്പെടാതിരിക്കാനാണ് ഈ ധാന്യമണികൾ എടുത്തത്. അപ്പം 3 വെളുത്ത കടലയും 15 ഈ കളറുള്ള കടലയുമാണ് എടുത്തിട്ടുള്ളത്. ഇത് പുലിയാണ്. ഈ 3 കടലയും പുലിയായി സങ്കല്പിക്കുക. ഈ 15 കടലയും നായയായും സങ്കല്പിക്കുക. ഇനി നമുക്ക് കളി തുടങ്ങാം. കളി തുടങ്ങുന്നതിനായി ഞാനിവിടെ ഒരു വര വരയ്ക്കാൻ പോവുകയാണ്. ആദ്യം ഇങ്ങനൊരു വളഞ്ഞ വര വരയ്ക്കുക. ട്രയാങ്കിൾ പോലെ ഇങ്ങനൊരു വരയും വരയ്ക്കുക. തുടർന്ന് ഇതിനെ നമുക്ക് ട്രയാങ്കിൾ ആക്കാം. ഇതാണ് കളിയുടെ ആദ്യഘട്ടം. ഇനി ഇങ്ങോട്ടൊരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. ഇത് കണക്കുമായി ബന്ധപ്പെട്ട ഒരു കളിയും കൂടി ആണ്. സംഖ്യാബോധം ഉറപ്പിക്കാൻ പറ്റും. കൂട്ടലും കുറയ്ക്കലും ഇതിലൂടെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ നടുക്ക് കൂടെ ഒരു വര കൂടി വരയ്ക്കാം. അപ്പോൾ ഇത് ട്രയാങ്കിളും റെക്റ്റാങ്കിളും കൊണ്ടുള്ള ഒരു രൂപം കൂടിയാണ്. ഇതാണ് കളിക്കാനുള്ള പെട്ടി. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടൊരു വര വരയ്ക്കണം. ഇവിടുന്ന് ഇങ്ങോട്ടൊരു വരയും കൂടെ വരയ്ക്കണം. ഇത്രയുമേ വേണ്ടൂ. ഇവിടെ നമ്മൾ മലയായി സങ്കല്പിക്കുന്നു. ഇതൊരു മലയാണ്. ഇവിടുന്ന് ഇത്ര ഭാഗം മലയാണ്. വെളുത്ത കടലയെ 3 പുലികളായി സങ്കല്പിക്കുക. ഒന്ന് മലയുടെ മുകളിലും പിന്നെ 2 പേരെ ഇവിടെയും നമുക്ക് വെച്ചു കൊടുക്കാം. നല്ല രസകരമായ ഒരു കളിയാണിത്. 2 പേർ ചേർന്നാണ് ഇത് കളിക്കുന്നത്. ഇനി നമ്മുടെ ഈ 15 നായകൾ ഈ പുലികളെ അനങ്ങാതെ വളയണം. അങ്ങനെ വളഞ്ഞു കഴിഞ്ഞാൽ നായ ജയിച്ചു. നായയായി കളിക്കുന്ന ആൾ ജയിച്ചു. നേരെ മറിച്ച് പുലി എല്ലാ നായകളെയും കടന്നു പിടിച്ചാൽ പുലിയായി കളിക്കുന്ന ആൾ ജയിച്ചു. നമുക്കിനി കളി തുടങ്ങാം. 3 പുലി ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട്. മലയിൽ ഒരാൾ, താഴെ 2 പേര്. ഈ ജോയിന്റുകളിലാണ് പുലിയും നായകളും ഒക്കെ നിൽക്കാറ്. ഇങ്ങോട്ടും പോകാൻ പാടില്ല, ക്രോസായിട്ട് ഇങ്ങോട്ടും പോകാൻ പാടില്ല. നേരെ ഇങ്ങനെയും ഇങ്ങനെയുമേ സഞ്ചരിക്കാൻ പാടുകയുള്ളൂ. അതാണ് കളിയുടെ നിയമം. ഞാൻ ഇവിടെ ഒരു നായ വെച്ചു കൊടുത്താൽ ഇത് തോൽക്കുന്ന കളിയാണ്. നായ തോൽക്കുന്ന കളിയാണ് ആദ്യം പരിചയപ്പെടുന്നത്. പുലി ഇങ്ങനെ വെട്ടും. എന്നിട്ട് പുലിയുടെ കോളത്തിലെ പാത്രത്തിലേക്ക് നായേനെ വെട്ടിയിടും. വീണ്ടും ഞാൻ ഇവിടെയാണ് ഒരു നായയെ വെക്കുന്നതെങ്കിൽ പുലി ഇങ്ങോട്ട് വരും. ഈ നായയെ വെട്ടും. അപ്പം ഞാൻ ഇവിടെ ഒരു നായേനെ വെച്ചു കൊടുക്കും. പുലിക്ക് വെട്ടാൻ പറ്റില്ല. പുലി നേരെ ഇങ്ങോട്ട് വരും. ഞാൻ ഇവിടെ ഒരു നായേനെ വെച്ചു കൊടുത്താൽ പുലി അങ്ങോട്ട് വെട്ടും. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു നായ വെച്ചു കൊടുത്തു. പുലി ഇങ്ങോട്ട് വന്നിട്ട് വേണ്ടേ പിന്നെ വെട്ടാൻ. അപ്പം അവിടെ ഒരു പുലിയുണ്ട്, വെട്ടില്ലെന്ന് നമ്മൾ കരുതും. പക്ഷേ മലയിലിരിക്കുന്ന പുലി എന്ത് ചെയ്യും? നായേനെ വെട്ടിപ്പിടിക്കും. അപ്പം ഇപ്പോൾ 2 നായ എനിക്ക് നഷ്ടപ്പെട്ടു. വീണ്ടും ഞാൻ ഇവിടെ ഒരു നായ വെച്ച് കഴിഞ്ഞാൽ ഈ പുലി മലയിലേക്ക് ചാടി നായേനെ വെട്ടിയെടുക്കും. വീണ്ടും ഞാൻ ഇവിടെ ഒരു നായ വെച്ചു. പുലി മെല്ലെ പിടിക്കാൻ ഇങ്ങോട്ട് വരും. അപ്പം ഞാൻ ഇവിടെ വെച്ച് കൊടുക്കും. അപ്പോൾ പുലിക്ക് പിടിക്കാൻ പറ്റുകയില്ല. ഈ പുലി ഇങ്ങോട്ട് വരും. ഞാൻ ഇവിടെ ഈ പുലി ഇങ്ങോട്ട് വെട്ടുമല്ലോ. അപ്പം ഞാൻ ഇവിടെ ഒരു നായ വെച്ച് കൊടുത്തു. അപ്പം ഈ പുലി ഇങ്ങോട്ട് വെട്ടും. നായകൾ 4 എണ്ണം കുറഞ്ഞു. ഇങ്ങനെയാണ് നായകളെ പുലി പിടിക്കുന്നത്. വീണ്ടും ഞാൻ ഇവിടെ ഒരു കായ വെച്ചു, കാരണം ഈ പുലി ഇതിനെ വെട്ടും. അപ്പം ഈ പുലി ഇങ്ങോട്ട് ചാടി നായേനെ പിടിക്കും. 5 നായ പോയി. ഇങ്ങനെ എല്ലാ നായകളെയും വെട്ടിപ്പിടിച്ചാൽ നായ തോറ്റു. നായകളായി കളിക്കുന്ന ആൾ തോറ്റു. പുലി ജയിച്ചു. ഇനി നായ എങ്ങനെ പുലിയെ വളയുമെന്ന്, ഇനി നായ ജയിക്കുന്ന കളിയാണ്. നോക്കൂ, ഇവിടെ വെച്ചാൽ പുലി വെട്ടും. അതുകൊണ്ട് ഞാൻ ഇവിടെയാണ് വെക്കുന്നത്. പുലി ഇങ്ങോട്ട് വരും.
അപ്പോൾ ഞാനൊരു കായ ഇങ്ങോട്ട് വയ്ക്കും. പുലി നേരെ അങ്ങോട്ട് തന്നെ പോയി എന്ന് വെച്ചോളൂ. അപ്പം ഞാൻ ഇവിടെ ഒരു കായ വയ്ക്കും. പുലി വീണ്ടും ഇങ്ങോട്ട് വന്നു എന്ന് വെച്ചോളൂ. ഞാനൊരു നായേനെ ഇവിടെ വയ്ക്കും. പുലിക്ക് വെട്ടാൻ പറ്റില്ല. പുലി വീണ്ടും ഇങ്ങോട്ട് പോയി. അപ്പം ഞാനൊരു നായ എവിടെ വെച്ചാൽ പുലി ഇങ്ങോട്ട് വെട്ടില്ലേ? അപ്പം ഞാനൊരു നായ ഇവിടെ വെച്ചു. വീണ്ടും പുലി ഇങ്ങോട്ട് വരും. അപ്പോൾ ഈ പുലിയെ ഞാനിവിടെ കെട്ടി. ഈ പുലിക്ക് ഇങ്ങോട്ടും തരല്ല, ഇങ്ങോട്ടും തരവില്ല പോകാൻ, ഇങ്ങോട്ടും തരവില്ല. അപ്പം ഈ പുലി ഇങ്ങോട്ട് നീങ്ങും. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് കൊടുക്കും. കാരണം ഇവിടെ വെച്ചാൽ ഈ മലയിലെ പുലി വെട്ടും. ഞാൻ ഇവിടെ വെച്ച് കൊടുക്കും. അപ്പോൾ പുലി നേരെ ഇങ്ങോട്ട് പോകും. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് കൊടുക്കും. കാരണം ഈ പുലി ഇങ്ങോട്ട് വെട്ടും. അല്ലെങ്കിൽ ഈ പുലി കുടുങ്ങി. ഇനി ഒരു പുലിയും മലയിലെ പുലിയെയും കുടുക്കണം. അപ്പോൾ വീണ്ടും ഇവൻ ഇങ്ങോട്ട് വരും. അപ്പം ഞാൻ ഇവിടെ ഒരു കായ വെച്ച് കൊടുത്തു. നായേനെ വെച്ച് കൊടുത്തു. ഇനി പുലിക്ക് ഇങ്ങോട്ട് വരണം. അപ്പോൾ പുലി ഇങ്ങോട്ട് വരും. അപ്പം ഞാൻ ഇവിടെ വെക്കാൻ പാടില്ല. പുലി നീങ്ങി ആ പുലി വെട്ടും. അപ്പം ഞാൻ ഇവിടെ ഒരു നായേനെ വെച്ച് കൊടുത്തു. പുലി വീണ്ടും ഇങ്ങോട്ട് വരും. ഞാൻ ഇവിടെ ഒരു നായേനെയും വെച്ച് കൊടുത്തു. ഇനി പുലിക്ക് വീണ്ടും ഇങ്ങോട്ട് വരാനേ കഴിയൂ. അപ്പം ഞാൻ ഇവിടെ ഒരു കായ വെച്ച് കൊടുത്തു. ഇവിടെ വേണ്ട, ഇവിടെ ഒരു കായ വെച്ച് കൊടുത്തു. ഇനി പുലി എന്ത് ചെയ്യും? ഇങ്ങോട്ട് തന്നെ നീങ്ങും. പുലിയെ ഞാൻ ഇവിടെ കെട്ടി. നോക്കൂ, 2 നായ അപ്പോഴും എൻ്റെ കയ്യിൽ ബാക്കിയുണ്ട്. ഇവിടെ ഈ പുലിക്ക് ഇങ്ങോട്ടും വരാൻ പറ്റില്ല, ഇങ്ങോട്ടും വരാൻ പറ്റില്ല. ഈ പുലി മലയിൽ തന്നെ ബന്ധനസ്ഥനായി. ഇങ്ങോട്ട് ഒന്നും ചാടിക്കടിക്കാൻ പറ്റില്ല. ഈ പുലിയെ ഈ നായകളെല്ലാവരും കൂടി വളഞ്ഞു. ഇപ്പോൾ നായ ജയിച്ചു, പുലി തോറ്റു. ഈ കളിയുടെ പേരാണ് നായയും പുലിയും കളി. ഈ കളി കളിക്കുമ്പോൾ രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് കുട്ടികൾക്ക് മനസ്സിലാകും. കുട്ടികൾ നേടുന്ന ശേഷികളാണ് പറയുന്നത്. ട്രയാങ്കിളും റെക്റ്റാങ്കിളും കുട്ടികൾക്ക് പഠിയും. സംഖ്യകളുടെ എണ്ണം കുട്ടികൾക്ക് മനസ്സിലാവും. അതായത് സംഖ്യാബോധം മനസ്സിൽ ഉറയ്ക്കും. 15 നായ, 3 പുലി, അങ്ങനെ. പിന്നെ ഇതിൽ കുറയ്ക്കൽ, വ്യവകലനം നടക്കുന്നുണ്ട്. ഓരോ നായകളായി കുറയുമ്പോൾ ഒക്കെ അവർ 15-ൽ നിന്നും കുറയ്ക്കാൻ നോക്കും. അപ്പോൾ അവർക്ക് കുറയ്ക്കൽ പഠിഞ്ഞു കിട്ടും. അതായത് വ്യവകലനം, സബ്ട്രാക്ഷൻ പഠിഞ്ഞു കിട്ടും. നന്നായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചവർക്കത് കളിക്കാൻ സാധിക്കും. യുക്തിചിന്ത വളരും. ഊഹം അവരുടെ മനസ്സിൽ തെളിയും. അപ്പോൾ ഇത്തരം കളികളെല്ലാം ഇപ്പോൾ എവിടെയും കാണുന്നില്ല. മൊബൈലിൽ കളിക്കുന്ന കളികളാണ് കുട്ടികൾക്ക് ഇഷ്ടം. അപ്പോൾ ഇത്തരം കളികളൊക്കെ നമ്മുടെ സ്കൂളുകളിലൊക്കെ കുട്ടികളെ കളിപ്പിക്കുന്നത് നല്ലതായിരിക്കും. കളിയിലൂടെ കുട്ടികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യും.